എൻ്റെ മിസ്സസ് ആണ്. ഇങ്ങനൊരു വാക്ക്, ഇങ്ങനൊരു സെൻറ്റൻസ് വി വിൽ യൂസ് സംവെയർ ഓർ ദി അതർ ഇൻ സംവെയർ, റൈറ്റ്? സോ ഈ ഒരു സെൻറ്റൻസിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മിസ്സസ് ഇസ് ജസ്റ്റ് എ ടൈറ്റിൽ, അല്ലേ? നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയെ വിശേഷിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈറ്റിലാണ് ഈ മിസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരിക്കലും ആ ഒരു സെൻറ്റൻസിൽ യോജിച്ചതല്ല. ദിസ് ഈസ് മൈ വൈഫ് എന്ന് പറയുന്നതാണ് അവിടെ കറക്റ്റായിട്ടുള്ള ഒരു രീതി. അങ്ങനെയാണ് ബ്രിട്ടീഷേഴ്സും അമേരിക്കൻസും യൂസ് ചെയ്യാറ്. പക്ഷെ നമ്മളുടെ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇന്ത്യൻ സ്റ്റൈലിൽ പറയുന്ന സമയത്ത് നമ്മൾക്ക് വന്നു പോകുന്ന ഒരു അബദ്ധമാണ് ദിസ് ഈസ് മൈ മിസ്സസ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ്. ഓക്കെ, ദിസ് ഈസ് മൈ മിസ്സസ്, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ദിസ് ഈസ് മൈ വൈഫ് എന്നാണ് പറയേണ്ടത്, അല്ലാതെ ആ ടൈറ്റിൽ, ആ ഒരു ടേമിനെ എടുത്ത് അവിടെ യൂസ് ചെയ്യാതെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കറിയാം, നമ്മൾക്കിപ്പോൾ ഒരാളുടെ മാരിറ്റൽ സ്റ്റേറ്റസ് അറിയില്ല എന്നാണെങ്കിൽ പോലും നമുക്കവിടെ അതൊരു സ്ത്രീ ആണെങ്കിൽ മിസ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മിസ് ലത, മിസ് സുനിത, അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. കാരണം വി ഡോണ്ട് നോ ദെയർ എക്സാക്ട് മാരിറ്റൽ സ്റ്റേറ്റസ്. ഇല്ലെങ്കിൽ അത് അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യം ചില സന്ദർഭങ്ങളിൽ വരില്ല. ലൈക്ക് ഇഫ് ദേ ആർ ഗോയിങ് ത്രൂ സം ഡെസിഗ്നേഷൻ ആൻഡ് ഓൾ, ദേ ഡോണ്ട് നീഡ് ടു എക്സ്പ്രസ് ഇറ്റ്, റൈറ്റ്? സോ അത് നമ്മൾക്ക് അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിസ് എന്ന് പറയാം. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ മിസ് എന്ന് പറഞ്ഞ് നമുക്കത് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. Okay, hope it is clear for you. Thank you.